നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് കൂടെ JSK മൂവി റിലീസായിരിക്കുമ്പം സെൻസർ ബോർഡ് കത്രി വെച്ചു, അതിനെക്കുറിച്ചുള്ള വിവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അവരെ. സെൻസർ ബോർഡ് കത്രി വെച്ച് എന്തിനാ അറിയോ? സിനിമയുടെ പേര് ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് ജാനകി എന്ന് പറഞ്ഞ പേര് സീതയുടെ നാമധേയത്തിലുള്ള പേരാണെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ പേര് നിർദ്ദേശിക്കാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ വിഷയം ഇത് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട്. സെൻസറിങ് കത്രി വെക്കുന്നതിനെ കുറിച്ചാണ് കൂടുതലും പറയാനുള്ളത്. അപ്പം അതൊക്കെയാണ് സെൻസറിങ് കത്രി വെച്ചിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഈ കേന്ദ്രമന്ത്രിയാണ് വന്ന് കത്രി വെക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം പ്രധാനമന്ത്രി അവരിച്ചാൽ പോലും അത് കത്രി വെക്കണമെങ്കിൽ സെൻസറിങ് കത്രി വെച്ചിരിക്കും. അത് വെക്കാതിരിക്കാൻ പറ്റത്തില്ല. ജനങ്ങൾ കാണുന്നത്, അല്ലാതെ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ കാണുന്ന പരിപാടി അല്ലല്ലോ സിനിമ എന്ന് പറഞ്ഞത്. അപ്പോൾ വെക്കേണ്ടത് വെച്ചേ പറ്റൂ. അതിപ്പോൾ കേന്ദ്രമന്ത്രി ആണെന്ന് വെക്കാതിരിക്കുന്ന കാര്യമില്ല, ആവശ്യം വന്നാൽ വെക്കണം. പക്ഷെ ഇതെന്തിനാ വെച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പേരിൻ്റെ കാര്യത്തിലാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു പേര് സിനിമയ്ക്ക് വേണ്ടി ഒരു നായനോ നായികയോ അല്ല അതിനകത്ത് ക്യാരക്ടർ റോൾ ചെയ്യുന്നവർക്കോ പേരിട്ടെന്ന് പറഞ്ഞാൽ ആ പേര് വെച്ചുകൊണ്ട് അതിൻ്റെ ജാതിയും മതം രാഷ്ട്രീയം ദൈവങ്ങളുടെ പേരാണ് ഇതൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയ സിനിമ ഇനി ഉണ്ടാകത്തില്ല, സ്തംഭിക്കേണ്ടി വരും. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരു നിർമ്മാലിയോ ഒരു രക്തസാക്ഷി സിന്ദാബാദോ ഒരു ലാൻസലാവോ ഇങ്ങനെയുള്ള സിനിമകളൊന്നും വരത്തില്ല. കാരണം വെച്ചാൽ ഇപ്പം ലാൻസലാൻ ഇനി ഇപ്പോഴത്തെ കാരണം മോഹൻലാൽ ലാൻസലാൻ ചെയ്യുമോ? അന്നാണ്ട് ചെയ്ത് അന്ന് ജാതി മതം രാഷ്ട്രീയമൊന്നും ആരും സിനിമയെ നോക്കാതെ കൊണ്ട്, കാണുന്ന ജനങ്ങൾ നോക്കാതെ കൊണ്ട് സിനിമ അന്ന് ചെയ്യാൻ പറ്റും മോഹൻലാലിന്. ഇപ്പം മോഹൻലാൽ ഒരു ലാൻസലാൻ ചെയ്യാൻ പറഞ്ഞ് ചെയ്യുമോ? ചെയ്യത്തില്ല. കാരണം വെച്ചാൽ മോഹൻലാൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പറഞ്ഞറിയുക, ഓ മോഹൻലാൽ പാർട്ടിക്കാരനാണ് എന്ന് പറയും. ഇനി മോഹൻലാൽ BJPക്ക് വേണ്ടി ഒരു പടം ചെയ്തല്ലോ, മോഹൻലാൽ BJPക്കാരനാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഒരു രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് ഒരു പടം ചെയ്യാൻ പറ്റത്തില്ല. പുതിയതായിട്ട് അങ്ങനെ ആരും കണ്ടുപിടിക്കാത്ത രാഷ്ട്രീയ പേര് വെച്ച് വേണം പടം തുടങ്ങാനായിട്ട്, രാഷ്ട്രീയ പടം തുടങ്ങാനായിട്ട്. ഇപ്പം അങ്ങനെ ആയിരിക്കുക. പിന്നെ ഒരു പേരിട്ടാലോ അത് അവരുടെ ദൈവങ്ങളുടെ പേരാണ്, അല്ല അവരുടെ ബന്ധുക്കാരുടെ പേരാണ്, അല്ല ആ സിനിമയിലെ അവരുടെ പേരാണ്, ഇവരുടെ പേരാണ്, അങ്ങനെ ഓരോന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാകും. സെൻസർ ബോർഡിന് കുറ്റം പറയാൻ പറ്റില്ല. സെൻസർ ബോർഡ് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്യും. അതിപ്പം ലേഡീസിനെ അമിതമായിട്ട് ഉപദ്രവിക്കുന്ന കണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കട്ട് ചെയ്യും. പിന്നെ ഭയങ്കര വയലൻസ് വന്നവർ കട്ട് ചെയ്യും. പിന്നെ കുട്ടികളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെ കൊണ്ട് കട്ട് ചെയ്യും. അങ്ങനെ ആവശ്യങ്ങൾക്ക് അവർ കട്ട് ചെയ്യും. അവർ കട്ട് ചെയ്തതിന് ശേഷവും പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പണം കണ്ടു കഴിഞ്ഞ് ജനങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. കുറേ രാഷ്ട്രീയക്കാരും കുറേ ആൾക്കാരെ കൂടി അത് കുത്തിത്തിരിപ്പുണ്ടാക്കി അത് പിന്നെ സെൻസറിങ്ങിൽ കെട്ടിച്ച് വീണ്ടും കട്ട് ചെയ്യാൻ പോകും. അങ്ങനെയാണല്ലോ എമ്പുരാൻ ഉണ്ടായത്. എന്തിന് ഇപ്പം വന്നവന് പടം ചെയ്യാൻ പറ്റത്തില്ല. സിനിമ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചിന്തിക്കണം. സിനിമ ചെയ്യാനുള്ള ചിന്തയല്ല, സിനിമ എങ്ങനെ ചെയ്യണം. രാഷ്ട്രീയത്തിനകത്ത് കോൺഗ്രസ് ആയിട്ടും BJP ആയിട്ടും പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് ആയിട്ടും ഇവർക്ക് ആർക്കും പ്രശ്നം ഉണ്ടാകരുത്. ഒരു ജാതിക്കും മതത്തിനും പ്രശ്നം ഉണ്ടാകരുത്. ഒരു പേരിടുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ ആലോചിച്ച് വേണം ഒരു സിനിമ ചെയ്യാനായിട്ട്. അത് ചെയ്യണ ഒരു ടാസ്ക് തന്നെ, ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഇപ്പം സിനിമകൾ ചെയ്യണ ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ്. ഒരുപാട് കടമ്പ നടക്കണം. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സെൻസർ കട്ട് ചെയ്ത് കളയോ ഏത് സിനിമ ഇറക്കിയാലും ഒരു പേരിടാൻ പറ്റുന്നില്ല. സെൻസർ കട്ട് ചെയ്ത് കളഞ്ഞ് സെറ്റപ്പായിട്ട് പടം ഇറക്കി കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കുത്തിവയ്പ്പുണ്ടായ പ്രശ്നം ഉണ്ടാകും. ഇപ്പം എങ്ങനെ പടങ്ങൾ ഇറക്കും? ഞാൻ മുമ്പ് പറഞ്ഞില്ല, ലാൻസല എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടൻ ചെയ്ത് ഭയങ്കര ഹിറ്റ് അവിടെ രക്തസാക്ഷി സിന്ദാബാദൊക്കെ കുട്ടനാടിലെ കഥയാണ് ഈ കാണിക്കുന്നതൊക്കെ. ആ പടം ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല, ഒരു നടനും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. സിനിമാ നടന്മാർക്ക് രാഷ്ട്രീയം ഉള്ളിലേ കാണുള്ളൂ, പുറമേ കാണിക്കരുതേ. പണ്ടൊന്നും ആരും കാണിക്കുന്നില്ല. ഇപ്പോൾ ഓരോരുത്തർ പുറമേ കാണിക്കുന്നുണ്ട്. അവർ MLA ആണ്, മന്ത്രിയാണ്, അതാണ് ഇതാണ്. അങ്ങനെയുള്ളൊരു സിനിമ അഭിനയിക്കാൻ വരരുത്. സിനിമാ ജീവിതം നിർത്തിയേക്കണം. പിന്നെ അവർ രാഷ്ട്രീയത്തിനെ പുറകെക്കണം. ഇത് സിനിമയും രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരും. ഇവരുടെ പടം കാണാൻ ആൾക്കാർ വരത്തില്ല. ഇപ്പം സുരേഷ് ഗോപിയുടെ പടം കാണാൻ ബാക്കിയുള്ള പാർട്ടിക്കാർ വരത്തില്ല, മുകേഷ് പടം കാണാൻ മറ്റുള്ള പാർട്ടിക്കാർ വരത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. സിനിമാ നടന്മാർക്ക് അവർ സിനിമാ നടന്മാരാണോ? അവർക്ക് രാഷ്ട്രീയം പാടില്ല. അവരുടെ ഉള്ളിലേ കാണാനുള്ളൂ. അത് ബുദ്ധിവരെ കൊണ്ടുനടക്കണം. അവർ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നടന്നിട്ട് സിനിമ കാണിക്കാൻ നടന്നല്ലേ. ഇപ്പം പണ്ടതാണ് കല്ല്. ഇപ്പം രാഷ്ട്രീയം നോക്കിയ സിനിമ കാണാൻ പോണേ, ജാതിയും മതം നോക്കിയ സിനിമ കാണാൻ പോണേ. ഇന്ന ജാതിക്കാരെ കാണത്തില്ല, ഇന്ന മതക്കാരാണ് കാണത്തില്ല, ഇന്ന രാഷ്ട്രീയക്കാരാണ് കാണത്തില്ല. അങ്ങനെ ഇപ്പം സിനിമ കാണാൻ പോണേ. പണ്ടങ്ങനെ ജാതിയും മതം രാഷ്ട്രീയമൊന്നും ഇല്ല. ഏതവൻ അഭിനയിച്ചാലും നല്ല പടമാണ് പോയി കണ്ടിരിക്കും, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടല്ലേ ഇവിടെ മണിയെ പോലുള്ളവരും സരികുമാറിനെ പോലുള്ളവരും ഹരികൃഷ്ണനെ പോലുള്ളവരും ശ്രീനിവാസനെ പോലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടായത്. അല്ല നിറത്തിന് സൗന്ദര്യത്തേക്ക് പേരിൽ അവരൊക്കെ പണ്ടേ തള്ളി പോകാനല്ലേ. അവിടെ ജാതി മതം രാഷ്ട്രീയം നോക്കാഞ്ഞുകൊണ്ടാണ് അവരൊക്കെ
വളർന്ന് വന്നിരിച്ച്. അപ്പം ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഓരോന്നിനും നോക്കി നോക്കി വേണേ ഓരോ കാര്യം ചെയ്യുന്നത്. അത് നന്നായ കാര്യമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമ സിനിമയായിട്ട് കാണുക. സിനിമ കാണിയ രാഷ്ട്രീയമായിട്ടും പിന്നെ ജാതി മതമാണെങ്കിലും പേരാണെങ്കിലും എന്താണെങ്കിലും അത് സിനിമയായിട്ട് കാണുക. സിനിമ കണ്ടിട്ട് ഒരാൾ ഇൻഫ്ലുവൻസ് ആയി അത് ചെയ്ത ചരിത്രം എൻ്റെ ഓർമ്മയില്ല. പിന്നെ ചിലരൊക്കെ സിനിമയുടെ സ്റ്റൈല് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ആ സിനിമയായിട്ട് കണക്റ്റഡ് ആകുന്നതായിരിക്കും. അല്ല സിനിമ കണ്ടിട്ട് ചെയ്യുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യുവാണ്. ഇപ്പം ഓരോരുത്തർ പറഞ്ഞ കൊലപാതകം ഓരോ സിനിമ കണ്ടിട്ട് അത്ര വയലൻസ് ആണ്, ആ വയലൻസ് ആണ് ജീവിതത്തിൽ ഓരോരുത്തർ കാണിക്കുന്നത്. എന്നാൽ പിന്നെ ഈ സിനിമ ജീവിതത്തിൽ കാണിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ നല്ല കാര്യങ്ങളൊന്നും ആരും ചെയ്യാത്തത്. അങ്ങനൊന്നും ഇൻഫ്ലുവൻസ് ആകത്തില്ല സിനിമ കണ്ടും. സിനിമയായിട്ടല്ലേ കാണുന്നത്. അത് കണ്ട് അപ്പം തന്നെ മനസ്സിനങ്ങ് പോവും. അല്ലാതെ സിനിമ കണ്ടൊന്നും ആരെയൊന്നും ഒരു കാര്യത്തിനും പ്രേരിപ്പിക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ചുമ്മാ അവർ തോന്നില്ല. അതൊക്കെ ഓരോരോ രാഷ്ട്രീയക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി എടുക്കുന്നത്. ഇപ്പോഴത്തെ കാലം അങ്ങനെ. പണ്ട് രാജഭരണമായിരുന്നപ്പോൾ രാജാക്കന്മാരുടെ കൊണ്ടാണ് വലിയ ശല്യം. ഇപ്പോൾ രാഷ്ട്രീയക്കാരെ കൊണ്ട് വലിയ ശല്യം. ഒരു പാർട്ടിക്കാരും ഒരു സിനിമാക്കാരനും ഒരു പാർട്ടിപ്പടവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ഒരു പടം ഇറക്കിയ ഇന്ന പാർട്ടിയിടാന്ന് പറഞ്ഞാൽ ഇന്ന പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാകും. ആ അവസ്ഥയായിരിക്കും ഇപ്പം. എല്ലാവരും കൊണ്ട് ഇപ്പം പൊറുതി മുട്ടിക്കൊണ്ട് ഇപ്പം സിനിമ സ്തംഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സിനിമയായിട്ട് കാണുക. ജനങ്ങൾക്കൊരു പ്രശ്നമില്ല. ജനങ്ങൾ എന്നെ കാണിച്ചാലും കാണും. ഈ കുത്തിത്തിരിപ്പ് പുറത്തുനിന്ന് ഉണ്ടാക്കുന്നവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഒഴിവാക്കുക. അങ്ങനെയാണ് സിനിമ രക്ഷപ്പെടത്തുള്ളൂ.